എൻ്റെ അമ്മായിച്ചൻ ഭയങ്കര മാന്യനാണ്. ഭർത്താവാണെങ്കിൽ ഭയങ്കര ബിസിയും. എൻ്റെ വീട്ടിൽ നിന്ന് ഇന്റർവ്യൂവിന് വരാൻ ആരുമില്ല. ചെന്നൈ പോയാൽ 2-3 ദിവസമാകില്ലേ. അങ്ങനെ ഞാൻ അമ്മായിച്ചനെ കൂട്ടി വിളിച്ചു. അദ്ദേഹം എൻ്റെ കൂടെ വന്നു. അതൊരു തെറ്റാണോ? തെറ്റാണോ ശരിയാണോ എന്ന് ആരതിയുടെ മെയിൽ കേട്ടിട്ട് നമുക്ക് പറയാം. മാഡം, എൻ്റെ പേര് ആരതി. എനിക്കിപ്പോൾ 25 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഭർത്താവ് വലിയൊരു കമ്പനിയിലെ CEO ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. വിദേശ രാജ്യത്തൊക്കെ കിട്ടുന്ന അതേ ശമ്പളം ഇവിടെയും കിട്ടും. അതിന്റെ പ്രൗഢിയും മോടിയും ഒക്കെ കണ്ടിട്ടാണ് വീട്ടുകാരനെ അങ്ങനെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചത്. ഭയങ്കര ബിസിയായ ജോലിയാണെന്ന് ഞാൻ ഈ വിവാഹാലോചന വന്നപ്പോഴേ കേട്ടിരുന്നു. അത്രയും ബിസിയായുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മറ്റു ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അന്വേഷിച്ചില്ല. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പെണ്ണ് കാണാൻ വന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. ഒരു നിമിഷമെങ്കിലും ഇത്രയും സൗന്ദര്യമുള്ളൊരുത്തിന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കെങ്കേയമായി നടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വീടിന്റെ അന്തരീക്ഷം പുതുമയുള്ളതായി തോന്നി. കാര്യം എല്ലാം നല്ല ഡിസിപ്ലിനാണ്. അമ്മായിച്ചനാണെങ്കിൽ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. എൻ്റെ ഭർത്താവിന് 2 സഹോദരിമാരുണ്ട്. അവരുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞ് അവർ വിദേശത്താണ്. അമ്മായിമ്മയ്ക്ക് ഉദ്യോഗമൊന്നുമില്ല. പക്ഷേ ഉയർന്ന വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് എല്ലാവരോടും സംസാരിക്കുക. എന്നോടാണെങ്കിലും വളരെ കാര്യമാണ്. ആ വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞതിൽ പിന്നെ ആരെങ്കിലും വഴക്കിടുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പദപ്രയോഗം അതൊന്നും ഞാൻ കേട്ടില്ല. നമുക്ക് ദേഷ്യം വന്നാൽ ഷൗട്ട് ചെയ്യില്ലേ? ആ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും വളരെ ശാന്തമായാണ് പെരുമാറുന്നത്. വഴക്കുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. എൻ്റെ ഭർത്താവിൻ്റെ ബിസി അതിത്തിരി കൂടുതൽ ബിസിയായിരുന്നു. അദ്ദേഹം മിക്കവാറും യാത്രകളായിരിക്കും. വീട്ടിൽ ഇല്ല വരുന്ന നിമിഷങ്ങളിൽ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞാനാണെങ്കിൽ അദ്ദേഹം വരാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. ഉള്ളിലുള്ള എല്ലാ പരിഭവങ്ങളും അലിയിച്ചു തീർക്കാൻ അത്ര സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവ് വരുന്ന ഓരോ നിമിഷങ്ങളും മാധുര്യമുള്ളതാണ്. മറ്റു ദമ്പതികളെ പോലെ വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ സ്വറകൾ പറഞ്ഞിരിക്കാനോ ഞങ്ങൾക്ക് സമയമില്ല. ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയും, എന്നോട് റൊമാൻറ്റിക് ആയിരിക്കൂ, അത് മാത്രം മതിയെന്ന്. അദ്ദേഹം അങ്ങനെ തന്നെയാണ് എന്നോട് സ്നേഹമായിരുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് മറ്റു ജോലികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്, ഈ കേരളത്തിലാണെങ്കിൽ നീ എവിടെ വേണമെങ്കിലും ജോലി ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ കേരളം വിട്ട് ഞാൻ വരില്ല. വിദേശത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടക്കുകയും ചെയ്യും. പക്ഷേ വിദേശത്ത് പോകാൻ എനിക്കിഷ്ടമില്ല. ഇവിടെ തന്നെയാണെങ്കിൽ പോയി വരുന്ന ദൂരത്താണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ തലയാട്ടി. പിന്നെ പല പരീക്ഷകളും ഞാൻ നോക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു എക്സാം, അതിന് വേക്കൻസി ഒക്കെ കേരളത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എഴുതേണ്ട സെന്റർ ചെന്നൈയിലാണ്. ഞാൻ അതിന് ആപ്ലിക്കേഷൻ അയച്ചു. വന്നപ്പോൾ എക്സാം ചെന്നൈയിലാണെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് നിരുത്സാഹപ്പെടുത്തി, പോകണ്ടെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, ചേട്ടാ പോയി എഴുതി നോക്കാം, ഇവിടെ കിട്ടുവാണെങ്കിൽ ഇവിടെ ജോലി ചെയ്യാമല്ലോ, അല്ലെങ്കിൽ നമുക്ക് പോകണ്ടെന്ന്. അദ്ദേഹത്തിന് സമ്മതമാണ്. പക്ഷെ മോളെ, എനിക്ക് വരാൻ പറ്റില്ല, ഭയങ്കര ബിസിയാന്ന് നിനക്കറിയാമല്ലോ. 3 ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനെയും കൊണ്ട് യാത്ര പോകാൻ പറ്റില്ല. അമ്മയാണെങ്കിലും ഒരു മണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ അമ്മായിച്ചിനെ സമീപിച്ചു. അദ്ദേഹമാണെങ്കിൽ രോഗപരിചയമുള്ള ആളാണ്, വിവരമുള്ള ആളാണ്, ചെന്നൈക്ക് കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അച്ഛൻ പറഞ്ഞു, അതിനെന്താ മോളെ, ഞാൻ നിന്റെ കൂടെ വരാമല്ലോ. അമ്മായിയമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതിനെന്താ മോളെ, പൊയ്ക്കോ, പോയിട്ട് വാ, അച്ഛനുണ്ടല്ലോ കൂടെ. എന്തായാലും അത് എഴുതിയിട്ട് ഇവിടെ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഉത്സാഹമായി. അങ്ങനെയാണ് ഞാൻ പോയത്. ഞങ്ങളുടെ വീട്ടിൽ ജിം സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഭർത്താവും അച്ഛനും അമ്മായിയമ്മയും എല്ലാം സ്വന്തം ഹോം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണ്. രാവിലെ എന്നെ അതിന് നിർബന്ധിച്ചു. എനിക്കത്ര ശീലമൊന്നുമില്ല, എന്നാലും ഞാൻ ചെയ്യാൻ തുടങ്ങി. അമ്മായിച്ചിന് വർക്കൗട്ട് ഒരു ദിവസം പോലും നിർത്തുന്നത് ഇഷ്ടമല്ല. മകനോട് പറഞ്ഞു, ജിം സെറ്റപ്പ് ഒക്കെയുള്ള ഹോട്ടൽ ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തു തരണമെന്ന്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡുകളായിട്ടുള്ള 2 റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. തൊട്ടപ്പുറത്ത് അച്ഛനുണ്ടല്ലോ, അതുകൊണ്ട് അപരിചിതമായ സ്ഥലമാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ അച്ഛൻ പറഞ്ഞു, ചെന്നൈയിൽ അച്ഛൻ്റെ സുഹൃത്തുക്കൾ ആരോ ഉണ്ട്, അവരെ കാണാൻ വരുമ്പോളെ പ്രശ്നമൊന്നുമില്ലെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടല്ലോ. എനിക്കാണെങ്കിൽ കേരളത്തിന് വെളിയിൽ പോയി അത്ര വലിയ പരിചയമില്ല. നാളെയാണ് ഇന്റർവ്യൂ എങ്കിൽ ഞങ്ങൾ ഇന്ന് രാവിലെ അവിടെ ചെന്നു. അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാം എന്ന് വിചാരിച്ചു. എന്തായാലും ഒന്ന് വിശ്രമിച്ച ശേഷം 10-11 മണിയായി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്നെ വന്ന് മുട്ടി വിളിച്ചു, മോളെ ഒന്ന് ഇറങ്ങി വന്നേ, എൻ്റെ പഴയൊരു സഹപ്രവർത്തകയുണ്ട്, ഒന്ന് കാണാം എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതീവ സുന്ദരിയായ ഒരു സ്ത്രീ
അവർക്ക് 10-45 വയസ്സ് കാണും കേട്ടോ. മേക്കപ്പും കൂളിംഗ് ഗ്ലാസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ ഹൈ സെറ്റപ്പിലുള്ള ആളാണെന്ന്. അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു. ഞാനും അച്ഛൻ റൂമിൽ പോയിരുന്നാണ് സംസാരിച്ചത്. എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ എക്സാം ഒക്കെ നടക്കുന്ന സ്ഥലങ്ങൾ അറിയാം എന്ന് പറഞ്ഞു. രാവിലെ ഞാൻ വന്ന് എൻ്റെ കാറിൽ കൂട്ടിക്കൊണ്ടു പോകാം, പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്, മക്കൾ വിദേശത്താണ്, ഞാനിപ്പോൾ തനി ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഫ്ലാറ്റിൽ തന്നെ എല്ലാ അക്കോമഡേഷനും ഞാൻ ചെയ്തു തന്നേനെ. ഒരു കണക്കിന് സ്റ്റാർ ഹോട്ടൽ നല്ലതാ എന്ന് പറഞ്ഞു. എന്തായാലും അവരുടെ സൗഹൃദം എനിക്കും ഒരു ആശ്വാസമായി. അമ്മായിച്ചനും അവരും തമ്മിൽ പണ്ടത്തെ കഥകളൊക്കെ പറയുകയാണ്. എന്തായാലും ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കൂടെ ഞങ്ങൾ ഒന്ന് കറങ്ങാൻ പോയി. അവിടെ മാളുകളിലും മറ്റും കറങ്ങി നടന്ന് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് നടക്കുന്നത്. അത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ അദ്ദേഹത്തിനുള്ള ഡിസിപ്ലിൻ ഇവിടെ കാണുന്നില്ല. അവരുടെ കൈ കോർത്തു പിടിച്ച് നടക്കുന്നു, അവരുടെ മൂക്കിൽ ഒന്ന് കിള്ളുന്നു, അവരാണെങ്കിൽ തിരിച്ച് ചേർന്നിരിക്കുന്നു. കൂടി ഒരു വശപ്പശക രീതിയാണ്. അവർ സംസാരിക്കുന്ന രീതിയും ശബ്ദങ്ങളും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ അമ്മായച്ചൻ വീട്ടിൽ ഇങ്ങനെയല്ല, വേറൊരാളാണ്. ഇതിപ്പോൾ ആകെക്കൂടി പുള്ളി മാറി മറിഞ്ഞു. പുള്ളിക്കാനാണെങ്കിൽ എന്നിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് മോള് എല്ലാം ഒന്ന് നോക്ക്, ഞങ്ങൾ ദേ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയും. എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത. ഈ സ്ത്രീയും അമ്മായിച്ചനും തമ്മിൽ എന്തോ ബന്ധം പണ്ട് കാണുമായിരിക്കും. ഇവിടെ വർക്ക് ചെയ്തപ്പോൾ അവരുടെ ഭർത്താവ് അറിയാതെ ഇവർക്ക് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്താ ഇങ്ങനെ എന്നൊക്കെ ഒറ്റപ്പെട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അത് മാത്രമല്ല, എനിക്കെന്തോ കണ്ടപ്പോൾ ഒരു അസൂയയും തോന്നി. എനിക്കറിയില്ല, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കാമായിരുന്നല്ലോ. ഇതിപ്പം അവർ ദൂരെ നിൽക്കുകയാണ്, എല്ലാം ഞാനും പർച്ചേസ് ചെയ്യണം. ആകെ എനിക്കൊരു ഡൾ അവസ്ഥയാണ് വന്നത്. എന്തെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷേ അച്ഛൻ വീട്ടിൽ ഇങ്ങനെയല്ലോ, ഇവിടെ വന്നപ്പോൾ എന്താ കെട്ടഴിഞ്ഞ പട്ടം പോലെ നടക്കുന്നതെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം വീട്ടിൽ അങ്ങനെ ഭാര്യയെ പേടിച്ച് ചെയ്യുന്നതാണോ എന്നും എനിക്ക് തോന്നിപ്പോയി. അല്ലെങ്കിൽ നാട്ടിലെ ഒരു മാന്യതയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ജീവിക്കുന്ന ചുരുക്കം പറഞ്ഞാൽ സ്വാഭാവികമെന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ പൊയ്മുഖമായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പറഞ്ഞു, ഞാനാണെങ്കിൽ ചേട്ടനെ 2-3 മണിക്കൂറൊക്കെ എൻ്റെ ഫ്ലാറ്റിലേക്ക് ഒന്ന് കൊണ്ടുപോവാണ്. മോക്കി ഹോട്ടൽ മുറിയിൽ താമസിക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്ന ആൻറ്റീന്ന്. അയ്യോ മോള് വരണ്ട, കാര്യം ഞങ്ങൾക്ക് വേറെ 2-3 ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിൽ പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ ഫ്ലാറ്റിലേക്ക്. മോൾ ഇവിടെ ഹോട്ടലിൽ ഇരിക്കൂ, ഇത് സേഫ് ഹോട്ടലാണ്, വലിയ വലിയ ഇന്റർനാഷണലി ആൾക്കാർ വന്ന് താമസിക്കുന്ന ഹോട്ടലാ അല്ലേ ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മായിച്ചൻ പറഞ്ഞു, മോൾ അതൊക്കെ മാനേജ് ചെയ്യും, അവളിവിടെ TV ഒക്കെ കണ്ടിരിക്കും. അല്ലെങ്കിൽ മോളതേ അടുത്തൊരു മാളുണ്ട്, നടന്നു പോകാൻ ദൂരമാണ്, അവിടെ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ രണ്ടിനോട് അങ്ങ് പോയി. മാഡം, ഞാൻ ഞെട്ടിപ്പോയി. ഒറ്റയ്ക്കായതുപോലെ പേടിച്ചാണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇങ്ങനെ എന്നെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ഹസ്ബൻഡും അമ്മായിമ്മേനെ വിളിച്ചു, എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു. കുഴപ്പമൊന്നുമില്ല, അച്ഛൻ ദേ പുറത്തേക്ക് പോയിരിക്കുകയാണ്, ഞാൻ റൂമിലുണ്ട്, പ്രശ്നമൊന്നുമില്ല, അച്ഛൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞു. ഈ കാര്യമൊന്നും ഞാൻ വിശദമായിട്ട് പറഞ്ഞില്ല. പറഞ്ഞാൽ ചിലപ്പോൾ വല്ല കുടുംബകലഹം ഉണ്ടായാലോ. ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ, അതുകൊണ്ട് മിണ്ടാതിരുന്നു. അവർ പോകുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചിരുന്നു, മോളെ ഡിന്നർ കഴിക്കാൻ എപ്പോൾ പോകണം? ഒരു 9:10 പോയാൽ മതിയോന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ മതി. അഥവാ ഞങ്ങൾ താമസിക്കുകയാണെങ്കിൽ ഹോട്ടലിലെ റിസപ്ഷനിൽ വിളിച്ച് എന്ത് ഫുഡ് വേണമെങ്കിലും ഓർഡർ ചെയ്യുക, ഒരു പ്രശ്നവും പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ സ്ത്രീയാണ്. അമ്മായിച്ചിന് അതനുസരിച്ച് തലയാട്ടുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. ഇങ്ങനെ എന്നെ രക്ഷിക്കാൻ വന്നാണോ, എൻ്റെ കൂട്ടിന് വന്നാണോ, അതോ ഈ സ്ത്രീയെ കാണാൻ വന്നാണോ? ഇതിനകത്ത് മൊത്തം ദുരൂഹതയാണല്ലോ എന്ന് ഞാൻ ഓർത്തു. എന്തായാലും ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. ഏകദേശം 9:30 കഴിഞ്ഞപ്പോഴുണ്ട് അച്ഛനും പിന്നെ അവരും വേറൊരു സ്ത്രീയും കൂടെ. സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് എൻ്റെ അത്ര പ്രായം മാത്രമേ ഉള്ളൂ. അതീവ സുന്ദരിയായ ഒരു കൊച്ചു പെണ്ണ്. ഒരുപക്ഷെ ഈ സ്ത്രീയുടെ മകളായിരിക്കാം എന്ന് ഞാൻ ഓർത്തു. പക്ഷെ വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് എൻ്റെ ഫ്രണ്ടാണെന്ന് ആ സ്ത്രീ പറയുന്നു. പക്ഷെ വന്ന പെൺകുട്ടി എന്തായാലും മലയാളിയല്ല, വേറെതോ ഭാഷക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. പക്ഷേ അച്ഛനെ സാർ എന്ന് വിളിച്ചിട്ട് വളരെ ബഹുമാനത്തോടു കൂടിയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ആ സിറ്റുവേഷൻ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അവരുടെ കൂടെ ഞാൻ കൂടുന്നതായി ഭാവിച്ചു. താഴെ പോയി അവിടെ ബാറുണ്ടായിരുന്നു. ആ ബാറിൽ കയറി അവർ 3 പേരും മദ്യപിച്ചു. ഞാനാണെങ്കിൽ നോക്കിയിരുന്നു, അത്രേ ഉള്ളൂ. ഭക്ഷണമെല്ലാം കഴിച്ചു. തിരിച്ചു കയറി വന്നപ്പോഴേക്കും അമ്മായിച്ചി നല്ല ഫിറ്റ്. അമ്മായിച്ചിന്റെ കൂട്ടുകാരി എന്ന് പറയുന്ന ആ സ്ത്രീ താഴെ വെച്ച് ടാറ്റ പറഞ്ഞിട്ട് പോയി.
പക്ഷേ മറ്റേ സ്ത്രീയും ഇത്തിരി ഫിറ്റാണ്. ഞങ്ങൾ 3 പേരും കൂടാണ് മുകളിലേക്ക് വന്നത്. ഇവരെന്തിനാണ് മുകളിലേക്ക് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോ വാതിലെടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, ആ മോള് കഥ കടച്ച് കിടന്നുറങ്ങിക്കോ, രാവിലെ പോകേണ്ടതല്ലേ, രാവിലെ മറ്റേ ആന്റി വരും കേട്ടോ. ഇതെന്താ അച്ഛാ ഈ സ്ത്രീ വന്നത് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അവളെ തായ് മസാജ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, 1-2 മണിക്കൂറത്തേക്ക് മസാജിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. അല്ലച്ചാ, ഈ തായ് മസാജിന്റെ കാര്യമൊക്കെ അമ്മയ്ക്കറിയാമോ എന്ന് ചോദിച്ചു. ഭാര്യയുടെ നാമം കേട്ടതോടുകൂടി പെട്ടെന്ന് പുള്ളിക്കാരൻ ഞെട്ടി ഓടി വന്നിന്റെ കൈകളിൽ പിടിച്ചു. എൻ്റെ പൊന്നുമോളെ, ഇവിടെ നടന്ന ഒരു കാര്യവും നിന്റെ അമ്മായിമ്മ എന്ന പോതിനോട് പറയരുത്. അവളുടെ ലോയും ചട്ടങ്ങളും അനുസരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ആ വീട് അങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ എല്ലാ മനുഷ്യരെ പോലെ പാറിപ്പറന്ന് നടക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല. അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം. അതുകൊണ്ട് വളരെ മാന്യനായ ഒരു ഭർത്താവായി ഞാൻ ഭാവിച്ചതാണ്. എൻ്റെ ഉള്ളിൽ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നുമോളെ, അതിൽ നീ മണ്ണ് വാരിയിടരുത്. ഞങ്ങളിവിടെ തായ് മസാജോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിനക്കെന്താ, നിനക്കൊരു പ്രശ്നമില്ലല്ലോ, നീ സേഫ് അല്ലേ, നിന്നെ ആരും ഒന്നിനും നിർബന്ധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും അച്ഛാ, എന്നാലും അമ്മയെ വഞ്ചിക്കല്ലേ. എടി, ഒരു ഉപകാരമില്ലാത്ത നിന്റെ അമ്മായിമ്മയെ ഞാനെങ്ങനെ വഞ്ചിക്കാനാണ്? അവൾ അവിടെ വെറുതെ ഇരിക്കുകയാണ് എല്ലാ കാലത്തും. അപ്പോൾ പിന്നെ ഇതെങ്ങനെ വഞ്ചനയാകും? അപ്പോൾ അച്ഛൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് കൂടുതലാണ്, അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലതാനും. ആ, അങ്ങനെയാണ്. നിനക്കിപ്പോൾ കാര്യം മനസ്സിലായല്ലോ. നിന്റെ ഭർത്താവിനോട് നീ ഭയങ്കരമായി കൊഞ്ചുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അവൻ വരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. അങ്ങനെ വേണം പാർട്ട്നേഴ്സ്. ഇത് സംശയം മാത്രം, മറ്റു കാര്യങ്ങളൊക്കെ നഹി നഹി. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ഇത് ശ്രദ്ധിക്കണ്ട. നിനക്ക് ഒരു രീതിയിലും ഇത് ദ്രോഹമാകില്ല. നിന്റെ കൂടെ ഞാൻ വന്നതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു സ്ഥലം, പിന്നെ നീ കൂടെ ഉണ്ടല്ലോ. നീ ഒരു അൾട്രാ മോഡേൺ പെൺകുട്ടിയല്ലേ, എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, നീ എന്നോട് എപ്പോഴും വളരെ സ്നേഹത്തിലാണ് പെരുമാറുന്നത്. ഞാൻ നിന്നോടും അങ്ങനെ തന്നെ. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് ചോദിച്ചു. ഓക്കെ അച്ഛാ, നമുക്കിത് നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഗുഡ് നൈറ്റും പറഞ്ഞ് മുറിക്കകത്ത് കയറി വാതിലടച്ചു. അവർ 2 പേരും കൂടി അതിനകത്ത് കയറി പോകുമായിരിക്കും. അതൊന്നും കാണാൻ എനിക്ക് വയ്യ. പിന്നെ ഞാൻ കിടന്നു. ഉറക്കമൊന്നും വന്നില്ല. തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പുറത്ത് എന്താണ്, മസാജ് തന്നെയാണോ? ഇങ്ങനെയൊക്കെയുള്ള പല ദുരൂഹതകളും എൻ്റെ മനസ്സിൽ കൂടി പോയിക്കൊണ്ടിരുന്നു. എപ്പോഴോ ഞാൻ ഉറങ്ങി. 7:30 ഒരു മുട്ട് കേട്ടു. ഞാൻ അമ്മാച്ചനാണെന്ന് വിചാരിച്ച് കതക് തുറന്നപ്പോഴില്ലേ, അത് അവിടുത്തെ ആൻറ്റിയായിരുന്നു, അമ്മാച്ചൻ്റെ കൂട്ടുകാരി. ആ മോളെ, എന്തായാലും നീ റെഡിയാകും. അദ്ദേഹം ഇനി മോടെ കൂടെ വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ കൊണ്ടുപോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനിപ്പോൾ വന്ന് വിളിച്ചു. ഭയങ്കര ക്ഷീണമാണ്, തല പൊക്കാൻ പോലും പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. മോള് പേടിക്കണ്ട, ആൻറ്റി കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, ഗത്യന്തരമില്ല. അങ്ങനെ ഞാനും അവരും കൂടെ കുറേ ദൂരം പോയിട്ടാണ് ആ സെൻറ്റർ കണ്ടെത്തി അവിടെ ഞാൻ എക്സാമൊക്കെ എഴുതിയത്. അന്നേരം സംസാരിക്കാൻ എനിക്ക് മൂടില്ലായിരുന്നു. തിരിച്ച് റിലാക്സ് ആയി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, അല്ല ആൻറ്റി, ഇങ്ങനെ എന്നെ കൊണ്ട് വന്നു. അച്ഛൻ എന്തൊക്കെയോ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണിക്കുന്നു. മോൾക്കറിയാമോ, പണ്ട് 5 വർഷം ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഫാമിലിയെ കൊണ്ടുവന്നില്ല. ഇവിടെ വളരെ സ്വതന്ത്രമായി നടക്കുകയായിരുന്നു. അതുമാത്രമല്ല, അന്ന് പുള്ളിക്കാരനെ ഇവിടെ എല്ലാവരും വിളിച്ചിരുന്നത് മിസ്റ്റർ ഇന്ത്യ എന്നാണ്. അത്രയ്ക്ക് സൗന്ദര്യവും നല്ല മസിലും. ഏത് പെണ്ണ് കണ്ടാൽ ഇഷ്ടപ്പെടാതിരിക്കും. ഇവിടുള്ള തമിഴ് പെണ്ണുങ്ങൾക്കും മലയാളി പെണ്ണുങ്ങൾക്കും മറ്റുള്ള പല സ്ത്രീകൾക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വിവാഹം കഴിഞ്ഞ് ഇത്രയും പ്രായമുണ്ടെന്ന് അറിഞ്ഞിട്ടും എത്ര പെണ്ണുങ്ങളെ പുറകെ നടന്നെന്നറിയാമോ? അതൊക്കെ അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചേട്ടൻ പുലിയല്ല, പൂച്ചയാണ്. കാര്യം ഭാര്യയെ പേടിയാണ്. അതെന്താ ആൻറ്റി കാരണം? അത് മോൾക്ക് അറിയില്ലേ? ഒന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല, എനിക്കറിയില്ല. നിന്റെ അമ്മായിച്ചൻ വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു സുന്ദരനായ പുരുഷൻ, അമ്മായിമ്മയാണെങ്കിൽ വലിയ പണക്കാരി. പക്ഷേ കടുത്ത ജാതകദോഷം അത് അമ്മായിമ്മയ്ക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അതിന് പറ്റിയൊരു ജാതകം നോക്കി വീട്ടുകാർ നടന്നു. അങ്ങനെയുള്ളപ്പോഴാണ് പഠിച്ചു നിന്ന അമ്മായിച്ചൻ, അവർക്ക് പണം കുറവായിരുന്നെങ്കിലും നല്ല സൗന്ദര്യമുള്ള ചെക്കനാണല്ലോ എന്ന് വെച്ചിട്ട് ഒരു ബന്ധു ആലോചിച്ചത്. ജാതകങ്ങൾ ചേരുകയും ചെയ്തു. അങ്ങനെ നിന്റെ അമ്മായിപ്പനെ അവിടേക്ക് ദത്തെടുക്കുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന് ജോലിയൊക്കെ കിട്ടിയത്. ആ ജോലി കിട്ടാനുള്ള സമ്പത്തിന്റെ എല്ലാം കാരണം നിന്റെ അമ്മായിമ്മയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. അവര് പറഞ്ഞതാണ് അവിടുത്തെ രീതി. ആ വീട് അത്രയും ഡിസിപ്ലിൻ ആയത് അവരവിടെ ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ?
അമ്മായിച്ചെന്ന് പറയുമ്പോഴേക്കും പുള്ളി ഭാര്യ കാണുമ്പോൾ പൂച്ച, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു റോമിയാണ്. അത് സ്വന്തം ഭാര്യയ്ക്കും അറിയാം. അതുകൊണ്ട് അവരെന്താ ചെയ്തത്? ഭർത്താവിനെ നിയന്ത്രിച്ചു, വീട്ടിലെ അന്തരീക്ഷം വേറെ രീതിയിലാക്കി. പക്ഷേ അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. അപ്പോ ഈ വന്ന പെൺകുട്ടി, അവൾ ഇവിടെയുള്ള ഒരു മസാജിങ് ഒക്കെ ചെയ്യുന്ന പെണ്ണാണ്. മസാജിങ് മാത്രമേ ഉള്ളൂ, മസാജിങ് മാത്രമേ ഉള്ളൂ എങ്ങനെ പറയാൻ പറ്റും? മസാജിങ് അല്ല, മറ്റു കാര്യങ്ങളും ഉണ്ട്. പുള്ളിക്കൊന്ന് റിലാക്സ് ആകണ്ടേ? സ്വന്തം ഭാര്യയുടെ കൂടെ ഒരു ആക്ടിവിറ്റീസും ഇല്ലാതെ ജീവിക്കുന്ന ഒരു പുരുഷന് പുറത്തൊരു സാഹചര്യം കിട്ടുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? പാറി പറക്കണ്ടേ മോളെ? കുറ്റം പറയാൻ പറ്റുമോ? മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹങ്ങളല്ലേ ഇത്? മോൾ ഇതിനൊക്കെ കൂട്ടു നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നി. നല്ല മരുമകൾ. അയ്യോ ആന്റി, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ചുമ്മാ വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അച്ഛന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. സാരമില്ല മോളെ, അങ്ങനെയൊക്കെയാണ് മനുഷ്യർ. പുള്ളി ഇവിടെ വന്നപ്പോൾ ഒരു മനുഷ്യനായി ജീവിക്കട്ടെ. ആന്റിക്കും പുള്ളിക്കാരനുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആന്റി പുഞ്ചിരിയോടുകൂടി തല താഴ്ത്തി. പിന്നെ അന്ന് ഇവിടെ ഉള്ളപ്പോൾ പുള്ളി എല്ലാവരുടെയും ഒരു സ്വപ്ന പുരുഷനല്ലേ? അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് എൻ്റെ ഭർത്താവ് ഉണ്ടേ. എന്നാൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സക്സസ് ആയി. അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ എപ്പോഴുമുണ്ട്. അതുകൊണ്ടാ ഇന്നലെ ഞാൻ മറ്റു കാര്യങ്ങൾ പുള്ളി തിരക്കി പോകുന്നതിന് മുമ്പ് തന്നെ വിളിച്ചോണ്ട് എൻ്റെ വീട്ടിലങ്ങ് പോയത്. ഇത്രയൊക്കെ കാര്യങ്ങൾ മോൾ എന്നോട് ചോദിച്ചു. ഞാൻ ഈ മോളോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ ആന്റി? അല്ല, മോളും അമ്മായിച്ചനും തമ്മിൽ എങ്ങനെ ഇരിപ്പ് വശം? അയ്യോ, അങ്ങനൊന്നുമില്ല. എന്നെ മോളെപ്പോലെയാ കാണുന്നത്. അതെയോ? പുള്ളിക്കാരന്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെയാകാൻ ഒരു വഴിയുമില്ല. പോട്ടെ, സ്വന്തം വീട്ടിലല്ലേ താമസിക്കുന്നത്, ഭാര്യ എപ്പോഴും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും നല്ലവൻ മാതിരി നടിക്കുന്നത് എന്ന് പറഞ്ഞു. ആന്റി, നീ ഒരു കാര്യം കേൾക്കണം. പിന്നെ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇത് രഹസ്യമായി സൂക്ഷിക്കണം. പിന്നെ ഏതെങ്കിലും സമയത്ത് അദ്ദേഹം അടുത്ത് വന്നു കഴിഞ്ഞാൽ നീ വേണ്ടാന്ന് പറയരുത്. അതെന്താ ആന്റി അങ്ങനെ? എന്റെ പൊന്നുമോളെ, ഓരോ പുരുഷന്മാരും വ്യത്യസ്തരാണ്. കലാപരമായ കഴിവുള്ള പുരുഷന്മാരുണ്ട്. അവരെ കണ്ടെത്താൻ വലിയ പാടാണ്. അങ്ങനെ നോക്കുമ്പോൾ മോളുടെ അമ്മായിച്ചൻ ഇപ്പോഴും ഒരു ഗന്ധർവനാണ്. അദ്ദേഹത്തിന് എല്ലാ കലകളും നന്നായിട്ടറിയാം. പക്ഷേ മറ്റു പുരുഷന്മാരിൽ നിന്ന് നമ്മൾ എത്ര ശ്രമിച്ചാലും ഒന്നും കണ്ടെത്താൻ പറ്റില്ല. ഒരേ രീതികൾ മാത്രം. അങ്ങനെയുള്ള കാര്യമല്ല മോളുടെ അമ്മായിച്ചനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അദ്ദേഹം ഒരു സകല കലാവല്ലഭനാണ്, ഘടോൽക്കജനാണ് ഈ കാര്യത്തിൽ. അങ്ങനെ ഒരു ഘടോൽക്കജന്റെ രാക്ഷസീയമായ പിടിയിൽ അകപ്പെടാൻ ഏത് പെണ്ണാണ് മോഹിക്കാത്തത്? അത് മോൾക്ക് ഇപ്പൊ പുതുമോടി ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. പക്ഷേ കുറെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ഇതിൽ ശക്തിയായി കൊടുങ്കാറ്റടിച്ചിരുന്നെങ്കിൽ എന്നാലോചിക്കുമ്പോൾ മോള് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കഥകൾ ഓർത്ത് അമ്മായിയച്ഛന്റെ സവിധത്തിലേക്ക് ഓടിച്ചെല്ലും. ആ കാൽപാദത്തിൽ വീണ് മോള് പറയും, എനിക്കും കൊടുങ്കാറ്റിന്റെ ഒരു സീസൺ സമ്മാനിക്കൂന്ന്. ആന്റി എന്തൊക്കെയാ പറഞ്ഞത്? എടി മോളെ, പണ്ടൊരു സിനിമയില്ലേ, പ്രായമായാലും ഉന്നഴകും എന്തൊക്കെയോ കുറയത്തില്ലെന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു അവതാരമാണ് മോളെ മോളുടെ അമ്മായിച്ചൻ. പക്ഷേ ആ അവതാരത്തിന് ഭാര്യയില്ലാത്ത സമയത്ത് മാത്രമേ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റൂ. അല്ലാത്ത സമയത്ത് വെറും തത്ത. നിനക്കറിയാമോ ഇന്നലെ എൻ്റെ കൂടെ വന്ന ആ പെൺകുട്ടി എന്താ പറഞ്ഞെന്ന്? അവൾ ഇങ്ങനെയൊക്കെയുള്ള എത്ര ആളുകളെ മീറ്റ് ചെയ്യുന്നതാണ്. അവൾ തന്നെ നിന്റെ അമ്മായിച്ചനെ അഭിനന്ദിച്ചു. ചേട്ടൻ്റെ അത്രയും ഒരു അനുഭവ സമ്പത്ത് നിറഞ്ഞൊഴുകുന്ന ഒരു മനുഷ്യനെ അവൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആക്ച്വലി നിങ്ങൾക്ക് ഇന്ന് ട്രെയിൻ ഉണ്ടല്ലോ, അതിനു മുമ്പേ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് അവൾക്ക് പിന്നെയും വരണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും അവൾക്ക് ആവേശം അങ്ങ് കൂടി. ഞാൻ പറഞ്ഞു, ഇന്ന് പുള്ളിക്കാരൻ എൻഗേജ്ഡ് ആണ്. കാര്യം മോളെ, ഇന്നലത്തെ അവസരം എനിക്കിന്ന് നഷ്ടമാക്കാൻ വയ്യ. അതുകൊണ്ടാണ്. എന്തായാലും ട്രെയിൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒന്നുകൂടി കാണും. ഇനി അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് വേണ്ട, നാളെ പോയാൽ മതി. ഒരു ദിവസത്തെ എക്സ്റ്റെൻഡ് ചെയ്യാം. മോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഇന്റർവ്യൂ നാളെ ഉണ്ടെന്നോ അല്ലെങ്കിൽ എക്സാമിന്റെ ക്ഷീണം കൊണ്ട് ഇന്ന് വരാൻ പറ്റില്ലെന്നോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആന്റിക്ക് ഈ സമയം നീട്ടി തന്നിട്ട് എനിക്കെന്താ ഗുണം? നിനക്കല്ലേടി ഗുണം? ഞാൻ 2 മണിക്കൂറിലേ എടുക്കുകയുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നിനക്ക് കൈയാളരുതോ? ഒത്തിരി പേര് കൈയാളാൻ നടക്കുന്ന ആളെയൊന്നും എനിക്ക് വേണ്ട. അമ്മാച്ചിനെ തന്നെ ഇരുന്നോട്ടെ.
മോളെ എങ്കിലും അങ്ങനെ ഇരുന്നോട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറയണമെന്ന് പുള്ളി തന്നെയാണ് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചത്. നീ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നീ രഹസ്യമായിട്ട് സൂക്ഷിക്കുക. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കാര്യങ്ങളും നിങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുക. വീട്ടിൽ ചെന്ന് കമാന്നൊരക്ഷരം മിണ്ടരുത്. കാര്യം വീട്ടിലെ അന്തരീക്ഷം കുളമാകും. അത് നിനക്കും എതിരായിട്ട് വരും. അദ്ദേഹത്തിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്തായിട്ടോ മകളായിട്ടോ മരുമകളായിട്ടോ ഒക്കെ നീ കൂടെ കാണണം. അത്രയേ ഉള്ളൂ. നീ ഒരു പഠിച്ച പെൺകുട്ടിയാണ്. ഇത്തരം ആഗ്രഹങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ സദാചാരം ഇളകിയേക്കാം. അത് പക്ഷെ വേണ്ട. അദ്ദേഹത്തിന്റെ രീതി, മോൾക്ക് മോളുടെ രീതി. നാളെ ഒരു പക്ഷേ മോൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ അമ്മാച്ചനാകും ഭർത്താവിനേക്കാൾ കൂടുതൽ ഉപകരിക്കുക. അത് ഓർക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉപകരിച്ചാലും ഉപകരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് പാരൊന്ന് വെക്കാൻ ഞാനില്ല ആന്റി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ വിഷയം സംസാരിച്ചില്ല. കാര്യം എനിക്കെല്ലാം പിടികിട്ടിയല്ലോ. ഞങ്ങൾ അവിടെ തിരിച്ചു ചെന്നപ്പോൾ അമ്മായച്ചൻ റൂമിലുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ പുള്ളിക്ക് വലിയ കുറ്റബോധം. കാര്യം രാവിലെ ഒന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ. എല്ലാം ഈ ആന്റിയെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നോട് ക്ഷമ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എനിക്കെല്ലാം മനസ്സിലായി. മോളെ നമുക്ക് നാളെ പോയാൽ പോരെ? നീ അവനോട് പറ നാളെ ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരു ഇന്റർവ്യൂ ഉണ്ടെന്നൊക്കെ പറ. അച്ഛാ അതെങ്ങനെയാ പറയുന്നത്? ഇടി പറഞ്ഞു നോക്ക്. ഞാൻ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഭർത്താവ് ഓക്കെ എങ്കിൽ അച്ഛനുണ്ടല്ലോ നാളെ വന്നാലും മതിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് കട്ട് ചെയ്തു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്റെ ഭർത്താവ് ഒന്നും ശ്രദ്ധിക്കുന്നുമില്ല, അങ്ങേർക്ക് സംശയമില്ല. ഞാൻ വെറുതെ ഇതൊക്കെ ഓർത്ത് സംശയം നടിക്കുകയാണ്. എന്ത്? എനിക്കൊന്നുമില്ല, റിലാക്സ് ആയി. നാളെ എങ്കിൽ നാളെ എന്തെങ്കിലും കാണിക്കട്ടെ. ഇതൊരു കൗതുകവുമായി എന്റെ മനസ്സിൽ അപ്പോഴേക്കും മാറിക്കഴിഞ്ഞു. അമ്മായിച്ചിന്റെ റോമിയോ, നാട്ടിൽ പൂച്ച, എന്ത് വ്യത്യസ്തമായ സ്വഭാവം. എല്ലാ മനുഷ്യരും എങ്ങനെയാണ്? ദൈവമേ, എന്റെ സുന്ദരനായ ഭർത്താവ് എങ്ങനെയാണോ? ഒരുങ്ങി കെട്ടി രാവിലെ ഓഫീസിൽ പോകുന്നു, തിരക്ക് ഭാവിക്കുന്നു. അവിടെ വേറെ വല്ലതുമുണ്ടോ? കണ്ടുപിടിച്ചാൽ അങ്ങേരിടാം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലോർത്തു. അന്ന് വൈകുന്നേരം ആന്റി അമ്മായിച്ചിനെ വിളിച്ചുകൊണ്ട് എവിടെയോ കറങ്ങാൻ പോയി. 8:30 വന്നത്. പിന്നെ പോയി ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചിനെ മുന്നിൽ വെച്ചിട്ട് ആന്റി പറഞ്ഞു, മരുമകൾക്ക് എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അമ്മായിച്ചൻ എന്നെ നോക്കി. എനിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. എങ്കിലും ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു മോഹമില്ല. അച്ഛൻ എന്നെ അറിയാം, ഞാൻ വേറൊരു ടൈപ്പാണെന്നും. അപ്പോഴേക്കും അച്ഛനും അതെ അവള് പാവമാണ്, നിന്നെ പോലെ അല്ലടി എന്ന് പറഞ്ഞ് ആന്റിയെ കളിയാക്കി. അങ്ങനെ ഞാൻ റൂമിൽ ചെന്നു. ടാറ്റയൊക്കെ പറഞ്ഞ് എല്ലാവരും പോയി ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നു. എനിക്ക് ഉറക്കമില്ല. അമ്മായച്ചൻ വന്ന് ഒന്ന് മുട്ടിയിരുന്നെങ്കിൽ കഥകിന് എന്ന് ഞാൻ ആലോചിച്ചു പോയി. കാര്യം ഇത്രയും പെണ്ണുങ്ങൾ പുറകെ നടക്കുന്ന ആൾക്ക് എന്ത് സവിശേഷതയാണുള്ളത്? ഇവരൊക്കെ വർണ്ണിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഈ പ്രായമായിട്ടും അദ്ദേഹത്തിന്റെ അഴക് സ്റ്റൈലിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദുരൂഹമായ കാര്യങ്ങളുടെ കാരണങ്ങൾ അറിയാൻ ഏതൊരാൾക്കും ഒരു ഗവേഷണ മനോഭാവം ഉണ്ടാകുമല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കപ്പുറതയില്ലാതായി. ആ സമയത്ത് തന്നെ മുട്ടുകെട്ടു അമ്മായിച്ചൻ തന്നെ. ഞാൻ കഥ തുറന്നപ്പോൾ അദ്ദേഹം എന്നോട്, മോളെ എനിക്കാണെങ്കിൽ ഒരു കോഫി കുടിക്കണം, മോള് താഴെ റെസ്റ്റോറൻറ്റ് വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അച്ഛ ഇപ്പം 12 മണിയായല്ലോ, അതൊന്നും സാരമില്ല, ഇവിടെ 24 മണിക്കൂർ കഫേ ഉണ്ട്, അന്നാ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ നേരെ എന്റെ മുറിയിലേക്ക് ഇനി പോന്നു. ഞാൻ എന്താ അച്ഛാന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. അവിടെ ഭയങ്കര തണുപ്പാണ് എന്ന് പറഞ്ഞു. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ചാഞ്ചാടുകയായിരുന്നു. പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ മൗനം സമ്മതമാണെന്ന് കരുതി അദ്ദേഹം ഊഞ്ഞാൽ പതിയെ ആട്ടാൻ തുടങ്ങി. ആടി വന്നപ്പോൾ നല്ല രസം. വേഗം പിടിച്ചു വരുമ്പോഴല്ലേ ഒരു രസം. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗുണമഹിമകൾ എനിക്ക് മനസ്സിലായത്. എന്റെ ഭർത്താവിന് കലയുമില്ല, ഒന്നുമില്ല. ഇദ്ദേഹത്തിന്റെ കലകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. എന്തായാലും നാവെടുത്ത് പറയാവുന്ന ചില കലകളിൽ അദ്ദേഹം വിദഗ്ധനാണെന്ന് മനസ്സിലായി. സ്ത്രീകൾ ഓടി വരാൻ അതുൾപ്പെടെ 3-4 കാരണങ്ങൾ കുത്തം മീനാർ പോലെ നിൽക്കുകയല്ലേ. അതുകൊണ്ട് ഞാനും അതിൽ ഒത്തിരി വ്യാപൃതയായി. അത് എൻ്റെ രഹസ്യ സന്തോഷമായി ഞാൻ തിരിച്ചു വരുമ്പോൾ മനസ്സിൽ സൂക്ഷിച്ചു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒന്നുമില്ല മാഡം. കുറച്ചു നാളൊക്കെ ഞങ്ങൾ രണ്ടുപേരും പിടിച്ചു നിന്നു, അവിടുത്തെ അന്തരീക്ഷത്തിൽ അഭിനയിച്ചു നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വ്യാജമായി പലയിടത്തും പരീക്ഷയുണ്ട് എന്ന് പറഞ്ഞ് അച്ഛനെയും കുട്ടി ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ അതിപ്പോൾ 10-20 എണ്ണമായി. ഹസ്ബൻഡ് ചോദിക്കാൻ തുടങ്ങി, നിനക്ക് ഇത്രയും പരീക്ഷ എഴുതിയിട്ടും ഒന്നും കിട്ടിയില്ലോ എന്ന്.
വല്ല തെളിവും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആകെ കൂടി വല്ലാത്തൊരവസ്ഥയിലാണ്. വീടിന്റെ പുറത്ത് പോകാതെ ഒന്നും നടക്കുകയില്ല. മാഡം വേറെന്തെങ്കിലും ഐഡിയ ഉണ്ടോ പുറത്തിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഞാൻ എന്തെങ്കിലും കുരുട്ടുബുദ്ധികളും വഴികളും പറഞ്ഞു തന്നിട്ട് വേണം അനാവശ്യമായ കാര്യങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വഴികൾ തന്നെ കണ്ടെത്തുക. മറ്റൊരു സ്പേസ് കണ്ടെത്താൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ? അതിനുള്ള ആലോചനകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലെ അന്തരീക്ഷം കൊണ്ട് നിങ്ങളുടെ ജീവിതവും പോകും, നിങ്ങളുടെ അമ്മാച്ചൻ്റെ ജീവിതം പോകും, ഭർത്താവും കുഴപ്പത്തിലാകും. അതുകൊണ്ട് റിസ്ക് വേണോ എന്നുള്ളത് 100 വട്ടം ആലോചിക്കുക കേട്ടോ.